പ്രിയമുള്ളവരെ, എല്ലാവർക്കും നമസ്കാരം. ഈ അറിവ് എന്ന് പറയുന്നത്, അറിവിൻ്റെ നിദാനമായ വസ്തു പുസ്തകം തന്നെയാണ്. പുസ്തകം വായിച്ച് അറിവ് നേടുന്ന ഒരു പ്രതിഭാസം മനുഷ്യൻ തന്നെയാണെന്ന് നമുക്കെല്ലാം അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഈ ലോകം ഉണ്ടായ അന്നു മുതൽക്ക് തന്നെ ഋഷിമാരും മുനിമാരും എല്ലാവരും ചേർന്ന് വേദങ്ങളും പുരാണങ്ങളും ഉപനിഷത്തുക്കളും ഖുറാനും ബൈബിളും ഒക്കെ എഴുതി മനുഷ്യന് പഠിക്കാനും അതിലൂടെ തത്വങ്ങൾ അനുസരിക്കാനും ഉള്ള എല്ലാ ഉപാധികളും മനുഷ്യനിൽ നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് പുസ്തകങ്ങൾ വായിച്ചാൽ മാത്രമേ അറിവ് നേടുകയുള്ളൂ എന്ന് നമുക്കറിയാം. എന്നാൽ ഈ അറിവ് എന്ന് പറയുന്നത് നമുക്ക് എന്താണെന്ന് നോക്കിയാലോ. അറിവ് എന്ന് പറയുന്നത് ഇത് എന്ന് പറഞ്ഞ് കാണിക്കുന്ന എല്ലാ വസ്തുക്കളും അറിവാകുന്നു. അങ്ങനെ അത് അറിവാകുമെങ്കിൽ ആ കാണിക്കുന്ന വസ്തുവും വസ്തുവിനെ അറിയുന്ന ആളും വസ്തുവിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ആളും എല്ലാം അറിവുകളാകുന്നു. അപ്പോൾ അങ്ങനെയുള്ള അറിവിനെ വിശദമായി തന്നെ ഗുരുദേവൻ പറഞ്ഞിട്ടുണ്ട്. അറിവാൽ നിറവാർന്നെല്ലാം അറിയും പരദൈവതം പകുത്തു വെവ്വേറായി നൽകി മുൻപോലി വിശ്വമൊക്കെയും. അറിവ് കൊണ്ട് നിറം പിടിച്ചതെല്ലാം വളരെ ഭംഗിയായി തന്നെ ഉള്ളതാണ്. അവയ്ക്കെല്ലാം ദൈവികത്വം ഉണ്ട്. അത് ദൈവത്തിൻ്റെ ദൈവതം തന്നെയാണ്, ദൈവത്തിൻ്റെ സംഭാവന തന്നെയാണ്. അതിനെ ഓരോന്നിനെയും പകുത്ത് വേറെ ഭൂരൂപത്തിലും ഭാവത്തിലും നൽകി പ്രകൃതി ഇങ്ങനെ നിരത്തി വെച്ച് മനോഹരമായി വെച്ച് തന്നിരിക്കുകയാണ്. അതുകൊണ്ടല്ലേ നമ്മളെ കൊച്ചു കേരളത്തിന് എല്ലാവരും പറയുന്നത് ഗോഡ്സ് ഓൺ കൺട്രി എന്ന്, ദൈവത്തിൻ്റെ സ്വന്തം രാജ്യമെന്ന് പറയാൻ പര്യാപ്തമാക്കി തന്നെ നമ്മുടെ ഈ കേരളത്തെ ഭഗവാൻ എന്ന ആ ഒരു സ്വരൂപം ഭംഗിയായി പലതും സൃഷ്ടിച്ചും അതിന് വേണ്ട രൂപവും ഭാവവും പേരും നൽകി നമുക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളൊരു പാട്ട് കേട്ടിട്ടില്ലേ? പുഴകൾ, മലകൾ, പൂവനങ്ങൾ, ഭൂമിക്ക് കെട്ടിയ ശ്രീധനങ്ങൾ, സന്ധ്യകൾ മന്ദാര ചാമരം വീശുന്ന ചന്ദന ശീതള മണപ്പുറങ്ങൾ. ശരിക്കും നല്ല പാട്ടാണ്. താളത്തോടെയൊക്കെ പാടുമ്പോൾ നമുക്കതിൻ്റെ അർത്ഥം മനസ്സിലാവും. നമ്മുടെ ഈ ഭൂമി അങ്ങനെ സ്വർഗം പോലെ അലങ്കരിച്ച് വെച്ചിരിക്കുകയാണ്. അത് ഇത്രയും ഭഗവാൻ തന്നതാണ്. അത് കാണുന്നവർക്ക് തോന്നുന്ന ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത്. സ്വർഗം താണിറങ്ങി വന്നതോ, സ്വപ്നം പീലി നീർത്തി നിന്നതോ, ഈശ്വരൻ്റെ സൃഷ്ടിയിൽ അഴകെഴുന്നതൊക്കെയും ഇവിടെയൊന്നു ചേർന്നലിഞ്ഞതോ, സ്വർഗം താണിറങ്ങി വന്നതോ, സ്വപ്നം പീലി നീർത്തി നിന്നതോ. ഇത്രയും മനോഹരമായ ഒരു കൊച്ചു കേരളത്തിൽ ജനിച്ചു വളർന്ന് ഇങ്ങനെയങ്ങ് ജീവിക്കാൻ കിട്ടിയതൊരു വല്ലാത്ത മഹാഭാഗ്യമല്ലേ. അതുകൊണ്ട് നമ്മൾ നമ്മുടെ കുഞ്ഞു കേരളത്തെ നശിപ്പിക്കരുത്. അപ്പോൾ നമ്മുടെ രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ ഗീതാഞ്ജലിയിലെ പ്രസക്തമായ ഒരു വരി ഞാൻ പറഞ്ഞിരുന്നു. അതായത് പ്രഭാതം അകലെയാണെങ്കിലും പാടുന്ന പക്ഷിയെയാണ് പ്രതീക്ഷ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കൊച്ചു മനോഹരമായ ഈ ലോകത്ത് ആ പാടുന്ന പക്ഷിക്ക്, പ്രഭാതത്തിന്, അതിനേക്കാളുപരി പ്രതീക്ഷയ്ക്ക് എന്താണ് സ്ഥാനമുള്ളത് എന്ന് നമുക്കൊന്ന് നോക്കണ്ടേ? അതുമായി വരാം അടുത്ത വീഡിയോയിലൂടെ. നന്ദി, നമസ്കാരം.